ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നെഹമ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നിങ്ങൾ വായിക്കണം. അതിനകത്ത് നെഹമ്യാവിനൊരു പ്രാർത്ഥനയുണ്ട്. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്ന, തീ വെച്ച് ചുട്ടുകളഞ്ഞൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നെഹമ്യാവ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന സ്തോത്രം ബൈബിളിൽ കർത്താവ് പറയുന്നുണ്ട്. മടുത്തു പോകാതെ. എവിടെയാണ് കർത്താവ് എൻ്റെ മതിൽ, എൻ്റെ പ്രാർത്ഥനയുടെ മതിൽ എവിടെയാണ് തകർന്നിരിക്കുന്നത്? ഞാൻ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന ഒരുത്തനാണ്. ഞാൻ മണിക്കൂറോളം ദൈവവചനം വായിക്കുന്ന ഒരുത്തനാണ്. ഈ ഇടക്കാലങ്ങളിൽ സ്തോത്രം എവിടെയോ എൻ്റെ പ്രാർത്ഥന ബ്ലോക്കായി, എവിടെയോ എൻ്റെ വചന ധ്യാനം ബ്ലോക്കായി. സ്തോത്രം. നീ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേട്ട് മറുപടി തന്ന ദിവസങ്ങൾ ഒത്തിരിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിക്കുക. ഇവിടെ നെഹമ്യാവ് പറയുന്ന മതിൽ തീ വെച്ച് ചുട്ടുകളഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ താൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ യെരുശലേമിൽ മതിൽ, കാരണം ഞങ്ങളുടെ സ്തോത്ര പിതാക്കന്മാരുടെ കല്ലറകൾ അവിടെയുണ്ട്, അത് പണിഞ്ഞേ പറ്റൂ. സ്തോത്രം. ആ മതിൽ പണിയാനായിട്ട് ഒരു മനുഷ്യൻ്റെ അടുക്കെ നെഹമ്യാവ് ചോദിക്കുന്നില്ല. നെഹമ്യാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു. നെഹമ്യാവ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ നെഹമ്യാവിന് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കണ്ട നമ്മൾ അതിശയിച്ചു. സ്തോത്രം. നീ എപ്പോൾ നിൻ്റെ ചർച്ചിനെ കുറിച്ച്, ദൈവം നിനക്ക് തന്ന അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതാണ് സാത്താൻ ഏറ്റവും വലിയ സന്തോഷം. ദിനംതോറും നീ സ്തോത്രം ചിന്തിക്കണം, നോക്കണം. കർത്താവെ, അങ്ങ് തന്ന അഭിഷേകം പുതുക്കി, വചനങ്ങൾ പുതുക്കി, വിശ്വാസത്തെ പുതുക്കി. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസം ചൊല്ലുന്തോറും ഒരേ പ്രാർത്ഥന, ഒരേ അഭിഷേകം, ഒരേ ശക്തിയല്ല. ഇപ്പോൾ ദാവീദിൻ്റെ നേരെ വന്ന കരടി, സിംഹം, ഗോലിയാത്ത്, സ്തോത്രം, ശൗൽ, ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ ഒരഭിഷേകം തന്നെയാണ്. പക്ഷേ ഓരോ സ്തോത്രം വിഷയത്തിനകത്തും പുതു ശക്തി, പുതുബലം. ഹല്ലേലൂയ. സ്തോത്രം. നെഹമ്യാവ് ആമേൻ സ്തോത്രം മതിൽ പണിയുന്നതിന് മുമ്പ് ആരും അറിയാതെ രാത്രിക്ക് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി. കേട്ടാ, ഇറങ്ങിപ്പോയി. എവിടെയൊക്കെ, എങ്ങനെ, എന്ത് എന്ന് ദൈവവും ഈ നെഹമ്യാവും അല്ലാണ്ട് മറ്റു ആരും അത് അറിഞ്ഞിട്ടില്ല. കൂടെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ അത് പറയുന്നുണ്ട്. ദൈവം എനിക്ക് തന്ന എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മറ്റാരും പറഞ്ഞിട്ടില്ല. താൻ ഒറ്റയ്ക്ക് പോയി. ഇതിൽ കൂടി കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിലാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം പറ്റിയത്. ഹല്ലേലൂയ. സ്തോത്രം. നീ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ജയിച്ചേ പറ്റൂ. നെഹമ്യാവ് പറഞ്ഞു, കർത്താവേ, എൻ്റെയും എൻ്റെ പൃഥുഭവനത്തിൻ്റെയും പാവങ്ങളെ നീ ഒന്ന് ഓർക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. മോശ പറഞ്ഞ ന്യായപ്രമാണത്തിനനുസരിച്ച് ഞങ്ങൾ പോയിട്ടില്ല. മറ്റുള്ളവരുടെ കുറ്റമല്ല പറഞ്ഞ്, സ്വന്തം കാര്യമാണ് പറഞ്ഞ്. അതിൽ നിന്ന് ദൈവം ഒരു വിടുതൽ കൊടുത്തതിന് ശേഷമാണ് മതിൽ പണിയാനായിട്ട് അങ്ങനെ ഇറക്കിയത്. ഇത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ കുടുംബത്തെ കട്ടുറപ്പിൽ കൊണ്ടുവരണം. നമ്മുടെ മക്കൾ, നമ്മൾ, സ്തോത്രം, ഒരു കുടുംബം. ആ കുടുംബത്തിനകത്ത് എങ്ങനെ സാത്താൻ കയറുന്നു, എങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളും അമ്മയും സ്തോത്രം ഒരുമിച്ച് ഐക്യതയോടെ വീട്ടിൽ പോകാൻ പറ്റാത്തത്, കണ്ടുപിടിച്ചേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളത് കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ സാത്താൻ അതിൻ്റെ മേൽ കയറി നിന്ന് നിനക്ക് പരിശുദ്ധാത്മാവിൽ സംസാരിക്കാനോ, അന്യഭാഷയിൽ സംസാരിക്കാനോ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിനക്ക് തിരിച്ചു കേൾക്കാനോ, ദൈവവചനത്തിൻ്റെ വെളിപ്പാട് നിനക്ക് കിട്ടാതെ ഇരിക്കാനും സാത്താൻ എന്ത് ചെയ്യും? പ്ലാനുകൾ ഒരുക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് കൂടി സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു വരുമ്പോൾ മറുസ്ഥലത്ത് കുടുംബത്തിനകത്ത് എന്തെങ്കിലും ബലഹീനത തെറ്റിയേരും. ഹല്ലേലൂയ. എത്ര ബലഹീനതയുണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിലിരുന്ന് മാത്രം നീ എന്ത് ചെയ്യരുത്? പൊക്കളയരുത്. കർത്താവെ, എനിക്കൊരു ആത്മധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. യേശുവെ, എനിക്കൊരു ആത്മബലം തരണമെന്ന് പ്രാർത്ഥിക്കണം. തിരുവചനം പറയുന്നു, ഈ മതിൽ പണിയുമ്പോൾ 2 വ്യക്തികൾ അവരെ പരിഹസിക്കുകയാണ്. ഇതൊന്നും നടക്കില്ല. ഒരു കുറുക്കം കയറിയ തീരാനുള്ള കാര്യങ്ങളേ ഉള്ളത്. നമ്മുടെ മുഖത്ത് നോക്കി പലവരും നമ്മളെ പരിഹസിക്കും. എന്തിനെന്ന് കേട്ടുകഴിഞ്ഞാൽ, നിന്നെയും ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെ ശക്തിയെയും വേർപിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കേട്ടാൽ നിന്നെ ഒരൊറ്റ പരിഹാസം മതി. ഇപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി എന്തോരം ആൾക്കാർ സ്തോത്രം പരിഹസിച്ചിട്ടുണ്ട്. എന്തോരം ആൾക്കാർ മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ട് എന്തെല്ലാം വിഷയം നടന്നിട്ടുണ്ട്.
പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾ നിർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ. ഞങ്ങൾ മനുഷ്യനെയല്ല നോക്കുന്നത്, എന്തുകൊണ്ട് ആ വ്യക്തി നമ്മളുടെ മീറ്റിങ്ങിൽ വന്നില്ല, എന്തുകൊണ്ട് ആ വ്യക്തി നമ്മുടെ മീറ്റിങ്ങിനെ പരിഹസിച്ച്, എന്തുകൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കി ഇവൻ പിശാചുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പാസ്റ്റർമാർ തന്നെയും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ വകവച്ചിട്ടില്ല. സാത്താനുള്ളവൻ എങ്ങനെ ദൈവവചനം പ്രസംഗിക്കും? നിങ്ങൾ സ്വയം ആലോചിക്കുക. സാത്താനുള്ളവൻ ദൈവവചനം പ്രസംഗിക്കത്തില്ല, അവൻ കലക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കും, നെഗമ്യാവിനോട് ദൈവം പറഞ്ഞത് നെഗമ്യാവ് മറ്റൊരു വ്യക്തിയോട് പറയാതെ താൻ രാത്രിക്ക് ചെന്ന് ആ മതിലെങ്ങനെ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി ആ വിവരം ദൈവത്തോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നെഗമ്യാവ് സ്തോത്രം പോയത് കൊണ്ടാണ് നെഗമ്യാവിൻ്റെ കൂടെയുള്ളവർ ഒരുമിച്ച് നിന്ന് ആ മതിൽ പണിഞ്ഞത്. മതിൽ പണിയും തോറും അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പണിയും നടന്നുകൊണ്ടിരുന്നു. ചിന്തിക്കേ, ദൈവവചനവും ആത്മാവിൻ്റെ ബലമാണ് നിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നത്, നിൻ്റെ സഭയെ രക്ഷപ്പെടുത്തുന്നത്. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങൾ എണീറ്റു പണിയും. നിൻ്റെ പഴയ പ്രാർത്ഥനയെ നീ തിരിച്ചെടുക്കും. നിൻ്റെ പഴയ ധൈര്യത്തെ നീ തിരിച്ചെടുക്കും. നിൻ്റെ പഴയ വിശ്വാസത്തെ നീ തിരിച്ചെടുക്കും. ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നിൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. വിശ്വസിക്ക്, നെഹെമ്യാവിൻ്റെ പുസ്തകങ്ങൾ വായിക്ക്, പരിശുദ്ധാത്മാവിനാൽ നിറയൂ, പണിയണം. നീ എഴുന്നേറ്റ് പണിഞ്ഞേ പറ്റൂ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.